നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. പിണറായി വിജയന്റെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയത്തെ കണ്ണൂരിന്റെ മണ്ണിൽ തന്നെ കുഴിച്ചുമൂടാൻ അന്ന് വലിയ പ്രയാസമില്ലായിരുന്നു. താങ്കളിലെ രക്തദാഹിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെറുതെ വിട്ട് കളഞ്ഞതാണ് എന്നും സുധാകരൻ പറഞ്ഞു. കെ സുധാകരന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി അങ്ങോട്ട് അത് തന്നെയാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയവും. പിണറായി വിജയൻ, താങ്കളുടെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയത്തെ കണ്ണൂരിന്റെ മണ്ണിൽ തന്നെ കുഴിച്ചുമൂടാൻ അന്നും ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ലായിരുന്നു. താങ്കളിലെ രക്തദാഹിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെറുതെ വിട്ടുകളഞ്ഞതാണ്. പ്രതിഷേധ മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംരക്ഷിക്കാൻ ഇറങ്ങിയ പ്രതിപക്ഷ നേതാവിനെ കേസെടുത്ത് ഭയപ്പെടുത്താം എന്നത് വെറും അതിമോഹമാണ്. ഏതറ്റം വരെ പോയും അദ്ദേഹത്തെ സംരക്ഷിക്കും. കേരളത്തിൽ മാത്രമുള്ളൊരു ഈർക്കിലി പാർട്ടിയുടെ തെരുവ് ഗുണ്ടകളായ നേതാക്കൾ നടത്തുന്ന ബാലിശമായ വെല്ലുവിളികളും ഞങ്ങൾ കേട്ടു. ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ കരുത്ത് കാണിക്കാൻ ഒരുപാടധികം ഞങ്ങളെ നിർബന്ധിക്കരുത്. അവസാനത്തെ കനൽത്തരിയും ചാരമായി പോകും. പിണറായി വിജയന്റെ ജൽപ്പനങ്ങൾക്കുള്ള മറുപടി ഡിസംബർ 23 ശനിയാഴ്ച DGP ഓഫീസ് മാർച്ചിൽ തരാം. DGP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ KSU പ്രവർത്തകർക്കെതിരെ പോലീസ് നടത്തിയത് നരനായാട്ടാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. അക്രമവാസന കൈമുതലായുള്ള SFIക്കാരെ ഭാവിയുടെ വാഗ്ദാനമായി കാണുന്ന മുഖ്യമന്ത്രി KSU വിദ്യാർത്ഥികളോട് തരംതിരിവ് കാട്ടുകയും മൃഗീയമായി തല്ലിച്ചതയ്ക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തുവെന്നും സുധാകരൻ ആരോപിച്ചു. KSU പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയത് തെമ്മാടിത്തരമാണ്. പ്രതിഷേധക്കാരുടെ തലക്കടിച്ചു വീഴ്ത്താൻ നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. പോലീസ് KSU പ്രവർത്തകർക്കെതിരെ ലാത്തി ചാർജ് നടത്തിയത് മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരമാണ്. കുട്ടികളാണ് എന്ന പരിഗണന പോലും നൽകാതെയാണ് അവരെ വളഞ്ഞിട്ട് തല്ലിയത്. ആൺപെൺ ഭേദമില്ലാതെ കണ്ണിൽ ചോരയില്ലാതെ വിധം തല്ലി ചതച്ചു. പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത മാത്യു കുഴൽനാടനെ ഒരു ജനപ്രതിനിധി എന്ന പരിഗണന പോലും കൊടുക്കാതെ പോലീസ് മർദ്ദിച്ചത് പ്രതിഷേധാർഹമാണ് എന്നും സുധാകരൻ പറഞ്ഞു. KSU അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർക്ക് ലാത്തി ചാർജിൽ പരിക്കേറ്റു. പരിക്കേറ്റ കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റാൻ പോലും പോലീസ് തയ്യാറായില്ല. പോലീസ് ജലപീരങ്കിക്കൊപ്പം ലാത്തി ചാർജും അഴിച്ചുവിടുകയായിരുന്നു. കലാപാഹ്വാനം നടത്തിയ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കുന്നതിന് പകരം കുട്ടികളെ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങിയ പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുത്തത് വിരോധാഭാസമാണ്. കേസും ലാത്തിയുമെല്ലാം കോൺഗ്രസ് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. കോൺഗ്രസ് കണക്ക് ചോദിക്കാൻ ഇറങ്ങുമ്പോൾ ഇതേ വീര്യം അപ്പോഴും പോലീസ് കാട്ടണം. പിണറായിയുടെ പാദസേവ ചെയ്യുന്ന പോലീസുകാർക്ക് അർഹിക്കുന്ന കൂലി എന്തായാലും കോൺഗ്രസ് കൊടുക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു. നേരത്തെ KSU പ്രവർത്തകർ തിരുവനന്തപുരത്ത് DGP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് KSU പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ട് തല്ലി. പോലീസ് ലാത്തി ചാർജിൽ മാത്യു കുഴൽനാടൻ MLAയ്ക്കും പരിക്കേറ്റു. മാർച്ചിനിടെ നവകേരള സദസ്സിന്റെ പ്രചരണ ബോർഡുകളും പ്രവർത്തകർ അടിച്ചു തകർത്തു. പ്രതിഷേധം തുടരുന്നതിനിടെ പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു. നിലത്ത് വീണ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് വാഹനത്തിലേക്ക് കൊണ്ടുപോയത്. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. പെൺകുട്ടികൾക്കും പരിക്കേറ്റു. പരിക്കേറ്റ പ്രവർത്തകരെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പ്രകോപനങ്ങളൊന്നുമില്ലാതെയാണ് പോലീസ് ലാത്തി ചാർജ് ആരംഭിച്ചത് എന്ന് KSU പ്രവർത്തകർ പറയുന്നു. ഗുണ്ടകളെ പോലെയാണ് പോലീസ് പെരുമാറിയത് എന്നും പ്രവർത്തകർ ആരോപിച്ചു. KPCC ഓഫീസിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. മാർച്ച് മാത്യു കുഴൽനാടൻ MLA ആണ് ഉദ്ഘാടനം ചെയ്തത്. മുഖ്യമന്ത്രിക്കൊപ്പം സഞ്ചരിക്കുന്നത് കൊട്ടേഷൻ സംഘങ്ങളാണ് എന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. CPM-ന് വേണ്ടി പണിയെടുക്കുന്ന പോലീസുകാർ കാക്കി അണിച്ചു വെച്ച് പുറത്തു പോകണമെന്നും തങ്ങളെല്ലാവരും തെരുവിൽ അണിനിരക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണർ പോയതുപോലെ അകമ്പടിയില്ലാതെ പിണറായി വിജയൻ ഇറങ്ങി നടക്കാൻ കഴിയുമോ എന്നും കുഴൽനാടൻ വെല്ലുവിളിച്ചു. ഭാര്യ പിതാവിനെ ഒറ്റയ്ക്ക് വിടാൻ ധൈര്യമുണ്ടോ എന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനോടും കുഴൽനാടൻ വെല്ലുവിളി നടത്തി. ഇതിന് പിന്നാലെയായിരുന്നു ലാത്തി ചാർജ്. മാത്യു കുഴൽനാടൻ MLAയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമായിരുന്നു സംഘർഷം. ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചതോടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാവാതിരുന്നതോടെയാണ് പോലീസ് ലാത്തി വീശിയത്.
നിരവധി പേർക്ക് ലാത്തി ചാർജിൽ പരിക്കേറ്റു. തിരിച്ചും കല്ലേറുണ്ടായി.